അഭിവന്ദ്യനായ ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലസ് തിരുമേനിയെക്കുറിച്ച് ധാരാളം നല്ല ഓർമ്മകൾ മനസ്സിലുണ്ട്. എന്നെ സംബന്ധിച്ച് ഞങ്ങൾ വൈദിക സെമിനാരിൽ ചേരുമ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പാളായിരുന്നു തിരുമേനി. അദ്ദേഹം 6 മാസത്തോളം പ്രിൻസിപ്പലായും അതുപോലെ തന്നെ ചർച്ച് ഹിസ്റ്ററി ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടുമൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ജനീവയിൽ നിന്ന് പോൾ വർഗീസ് അച്ഛൻ പ്രിൻസിപ്പലായി എത്തുന്നത്. അപ്പോൾ തിരുമേനി അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ചുമതലയായി. തിരുമേനി ക്രമേണ അങ്ങനെ മാറിയെങ്കിലും കൂടെ സെമിനാരിയിൽ വരികയും ഞങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം കെ ഫിലിപ്പോസ് ഷമാശൻ അച്ഛൻ എന്ന നിലകളിലൊക്കെ അദ്ദേഹം പഴയ സെമിനാരിയുമായിട്ട് ആത്മബന്ധം ഉള്ളയാളായിരുന്നു. മാത്രവുമല്ല, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എക്യുമെനിക്കൽ പയനിയറാണ് അദ്ദേഹം. കാരണം അദ്ദേഹം ഷമാശനായി അമേരിക്കയിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് എക്യുമെനിക്കൽ പ്രസ്ഥാനം ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ആഭിമുഖ്യത്തിൽ 1948 ആംസ്റ്റർഡാമിൽ നടന്ന വേൾഡ് അസംബ്ലിയിലാണ് ലോക സഭാ കൗൺസിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് രൂപീകരിക്കുന്നത്. അതിൽ ആദ്യത്തെ അംഗമാണ്, സ്ഥാപക അംഗമാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. അതിനുള്ള കാരണക്കാരൻ തെയോഫിലോസ് തിരുമേനി, അന്ന് കെ ഫിലിപ്പോസ് അച്ഛൻ ആയിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ജനീവയിലെ WCCയുടെ ലൈബ്രറിയുടെ ആർക്കൈവ്സിൽ ഒരിക്കൽ ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ അദ്ദേഹം ആദ്യം എഴുതിയ കത്തുകൾ, അതായത് ലോകസഭാ കൗൺസിൽ രൂപീകരിക്കുന്നതിനോട് അനുബന്ധിച്ച് അന്ന് മലങ്കര സഭയുടെ അധ്യക്ഷനായിരുന്ന പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവ തിരുമേനിയുടെ സമ്മതത്തോടുകൂടി മലങ്കര സഭ അതിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള കൺസെൻറ്റ് അദ്ദേഹം എഴുതി കൊടുക്കുന്ന എഴുത്തുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതുന്നതാണ്. അത് വലിയ ലെറ്റർ പാഡിലൊന്നുമല്ല. അന്ന് എയറോഗ്രാം എന്നൊക്കെ പറയുന്ന പുറത്തേക്ക് അയക്കുന്ന കത്തുകളുടെ രീതിയിൽ കൈകൊണ്ട് എഴുതിയതാണ്. അങ്ങനെ പല എഴുത്തുകൾ ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റേതായിട്ട് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിനൊക്കെ മുൻപ് 1937 സ്കോട്ട്ലൻഡിലെ എഡിൻബറോയിൽ വെച്ച് നടന്ന പ്രസിദ്ധമായ ഒരു എക്യുമെനിക്കൽ സമ്മേളനമുണ്ട്, ഫെയ്ത്ത് ആൻഡ് ഓർഡർ കോൺഫറൻസ്. അവിടെയാണ് ആദ്യമായിട്ട് നമ്മുടെ പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവ തിരുമേനി ഒരു ദീർഘമായ വിദേശയാത്ര നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ രീതികളും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവുമൊക്കെ പാശ്ചാത്യരെ വളരെയധികം ആകർഷിച്ചു. തർജ്ജമക്കാരനായിട്ട് നിന്നത് പ്രധാനമായും കെ ഫിലിപ്പോസ് അച്ഛനായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച ഒരു വലിയ സൗഹൃദ ശൃംഖലയുണ്ട്. അത് ഞാൻ പഠിക്കുന്ന സമയത്തും പിന്നീട് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ ജോലി ചെയ്യുന്ന സമയത്തും നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസിൽ ഇന്ത്യയിൽ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തുമൊക്കെ അതിൻ്റെ സൽഫലങ്ങൾ അനുഭവിച്ച ഒരാളാണ്. കാരണം അദ്ദേഹം സൗഹൃദത്തിന്, യഥാർത്ഥമായ ആത്മബന്ധത്തിന് വലിയ സ്ഥാനം കൊടുത്തിരുന്നു. അത് വേദശാസ്ത്രപരമായ എഗ്രിമെൻറ്റുകളോ അല്ലെങ്കിൽ വളരെ താത്വികമായ പ്രസ്താവനകളോ ഒന്നുമല്ല അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നത്. മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര സ്നേഹവും വിശ്വാസവും ശ്രദ്ധയും അദ്ദേഹത്തിന് പ്രധാനമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ അദ്ദേഹവും കൂടി ഇഷ്ടപ്പെട്ടാണ് ഞാൻ ജനീവയിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ അയക്കപ്പെട്ടത്. അദ്ദേഹം, ഞാനവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇടയ്ക്ക് കാണുമ്പോൾ എന്നോട് പറയും, അച്ഛാ, അവർ ചർച്ച് ഈസ് എ വെരി സ്മോൾ ചർച്ച് കമ്പയർഡ് ടു ദ ബിഗ് ചർച്ചസ്, ബട്ട് വി ക്യാൻ മേക്ക് ഫ്രണ്ട്സ് വിത്ത് എവരിബഡി. നമ്മുടെ സഭ വളരെ ചെറിയൊരു സഭയാണ് താരതമ്യേന വലിയ വലിയ സഭകളുമായിട്ട് നോക്കുമ്പോൾ. പൗരാണിക സഭയാണ്, പക്ഷേ അംഗസംഖ്യയും ഒക്കെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഈ ചെറിയ കോണിൽ കിടക്കുന്ന ഈ പുരാതന അപ്പസ്തോലിക സഭ വളരെ ചെറിയ സഭയാണ്. പക്ഷേ നമുക്ക് എല്ലാവരുമായിട്ടും സൗഹൃദം സൃഷ്ടിക്കാൻ സാധിക്കും എന്നെനിക്കൊരു ഉപദേശവും
ഒക്കെ അദ്ദേഹം നൽകി. ഞാനതൊരിക്കലും മറന്നിട്ടില്ല. നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസിൽ ഡൽഹിയിൽ പ്രവർത്തിക്കുമ്പോഴും വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ ജനീവയിൽ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഒരു ഗൈഡിങ് ലൈറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ആ വാക്യം എപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഉണ്ട്. കാരണം ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോഴും അത് തന്നെയാണ്. ഇന്നിപ്പോഴേ ഈ നമ്മുടെ ലോകത്തിലെ രാജ്യങ്ങൾ തമ്മിലൊക്കെ ഉള്ള സൗഹൃദങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും അവരവരുടെ താല്പര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് മുൻപുണ്ടായിരുന്ന ആ പരസ്പര വേഴ്ചയും ആതിഥ്യവും ഒക്കെ വളരെ ഇല്ലാതായി കഴിയുന്നു. നമുക്കിപ്പോൾ തന്നെ ഇന്ത്യയുടെ അവസ്ഥ നമുക്ക് അറിയാം. അപ്പം അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടി ആയിരിക്കണം ഒരുപക്ഷെ തിരുമേനി പറഞ്ഞത്, യു ക്യാൻ മേക്ക് ഫ്രണ്ട്സ് വിത്ത് എവരിബഡി. കർത്താവായ യേശുക്രിസ്തു തന്നെ നമുക്കറിയാം തൻ്റെ ശിഷ്യന്മാരെ അവസാനം വിളിച്ചു വരുത്തി അവരോട് പറയുന്നത്, ഇനിമേൽ നിങ്ങളെൻ്റെ ദാസന്മാരെ ശുശ്രൂഷകന്മാരല്ല, നിങ്ങളെൻ്റെ സ്നേഹിതന്മാരത്ര, യു ആർ മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു ദൈവിക ബന്ധം. ദൈവത്തിൻ്റെ ഫ്രണ്ട് ആയിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുവിൻ്റെ സ്നേഹിതന്മാരാണ് അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാരുടെ സ്നേഹിതന്മാരാണ് പിന്നീട് ക്രിസ്ത്യാനികളായിട്ടും ഒക്കെ വരുന്ന ആ വിശ്വാസികളൊക്കെ. ഇത് ഒരു ഫണ്ടമെൻ്റൽ ഒരു ഇൻസൈറ്റാണ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ നമുക്കറിയാം നല്ല സ്നേഹിതന്മാർ തമ്മിൽ അവരെ പരസ്പരം വിശ്വസിക്കും. അത് പ്രധാനപ്പെട്ട സംഗതിയാണ്. പരസ്പരം അവരെ ബഹുമാനിക്കും എന്ന് പറഞ്ഞാൽ ഉപചാരങ്ങളോ ബാഹ്യമായ ഭവ്യതയോ അല്ല, നേരെ മറിച്ച് അവരുടെ അന്തസ്സത്തയെ ആദരിക്കുന്നു. അതാണ് ബഹുമാനം. റെസ്പെക്ട് ഫോർ ദ ഡിഗ്നിറ്റി ഓഫ് ദി അതർ. അത് നമ്മുടെ ആ തിരുമേനിക്ക് വളരെ അധികം തിരുമേനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ എവിടെയൊക്കെ ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറയും, മോർ തെയോഫിലോസിൻ്റെ അല്ലെങ്കിൽ ഫാദർ, പഴയ ആളുകൾ ഫാദർ ഫിലിപ്പോസ് എന്നാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സഭയിൽ നിന്ന് വരുന്ന ആളാണ് എന്നുള്ളത് നമുക്ക് വലിയൊരു സംഗതിയാണ്. നമ്മുടെ പ്രസിദ്ധനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെയും വാസ്തവത്തിൽ എക്യുമെനിക്കൽ രംഗത്തേക്ക് കൊണ്ടുവരുന്നതും ഒക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല നമ്മുടെ കെ ഫിലിപ്പോസ് അച്ഛനും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് മറ്റുള്ള ആളുകളെ ഉയർത്തി കാണിക്കുന്നതിലും കഴിവുള്ള ആളുകളെ അത് യഥാസ്ഥാനങ്ങളിൽ അയക്കുന്നതിനൊക്കെ വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് തിരുമേനിയുടെ താല്പര്യം കൊണ്ടുകൂടിയാണ് ജനീവയിൽ നിന്ന് അദ്ദേഹം നമ്മുടെ സെമിനാരിയുടെ പ്രിൻസിപ്പലായിട്ട് വരുന്നത്. കാരണം അദ്ദേഹത്തെക്കുറിച്ചൊന്ന് ഇവിടെയൊന്നും ആർക്കും വലിയ അറിവില്ല, പോൾ വർഗീസ് അച്ഛനെക്കുറിച്ച്. പക്ഷേ തിരുമേനിക്കറിയാമായിരുന്നു. അദ്ദേഹം വളരെ വളരെ പ്രസിദ്ധനായ, വളരെ ബഹുമുഖ ശേഷികളുള്ള ഒരാളാണെന്ന് അറിയാമായിരുന്നു. അത് വേദശാസ്ത്രത്തിലും ലോകജ്ഞാനത്തിലും ഒക്കെ അതുപോലെ ഭാഷകളിലുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം തിരുമേനിക്ക് അറിഞ്ഞതുകൊണ്ട് അതിൻ്റെ യാതൊരു അസൂയയോ ഒരകൽച്ചയോ ഒന്നും കാണിക്കാതെ അദ്ദേഹത്തെ നമ്മുടെ സഭയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. എനിക്ക് തെയോഫിലോസിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ബഹുമാനം, അദ്ദേഹത്തെക്കുറിച്ചുള്ള ബഹുമാനം ഒത്തിരി കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾ സെമിനാരിയിൽ ഉള്ളപ്പോഴാണ് അദ്ദേഹം താമസിക്കുന്ന അങ്കമാലി അരമനയിൽ അദ്ദേഹത്തിൻ്റെ കാറ് ഒരിക്കൽ അഗ്നിക്കിരയായി. ആരാണ് കത്തിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കക്ഷിവഴക്ക് വളരെ തീവ്രമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് കാറ് കത്തുന്നത്. കാറ് കത്തിയതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം സെമിനാരിയിൽ വരികയും അദ്ദേഹത്തിൻ്റെ സാധാരണ രീതിയിലുള്ള മുഖത്തെ പ്രസാദമധുരമായിട്ട് അദ്ദേഹം വളരെ ജെൻറ്റിലായിട്ട് ഞങ്ങളോട് സംസാരിച്ചു. എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടോ അതിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോടെങ്കിലും വൈരാഗ്യമോ പ്രതികാരമോ ഒന്നും തന്നെ ഉണ്ടായില്ല. അതൊരു വലിയ ഒരു മാതൃകയായിരുന്നു ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നു, ജർമ്മനിയിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു സുഹൃത്തായിരുന്നു അന്ന് അവിടുത്തെ ലൂഥറൻ ചർച്ചിൻ്റെ ബിഷപ്പ് ടിമ്മെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗഹൃദം കൊണ്ടുകൂടിയാണ് പല കാര്യങ്ങളും നമുക്ക് നടത്തുന്നതിനും പലരെയും അവിടെ അയച്ച് പരിശീലിപ്പിക്കുന്നതിനൊക്കെ അവസരമുണ്ടായി. അതും ആ സൗഹൃദത്തിൻ്റെ ഒരു നല്ല അടയാളമാണ്. അദ്ദേഹത്തിന് അങ്ങനെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഏറ്റവും മാന്യമായിട്ട് പെരുമാറും. ആ മാന്യത നമ്മുടെ ഈ ഇരിക്കുന്ന മേശയിലുമുണ്ട്.
ഞങ്ങളൊക്കെ രാവിലെ സെമിനാരിയിലെ ഫാക്കൽറ്റിയിലെ അച്ഛന്മാർ രാവിലെ കാപ്പി കുടിക്കാനായിട്ട് 8 മണിക്ക് ഇരിക്കുന്ന സ്ഥലമുണ്ട് പഴയ സെമിനാരിയുടെ മുകളിലത്തെ നിലയിൽ. അപ്പോൾ തിരുമേനിയുണ്ട്, തിരുമേനി ആയിരിക്കും ഹെഡ് ഓഫ് ദ ടേബിളായിട്ട് ഇരിക്കുന്ന. ഒസ്താത്യോസ് തിരുമേനിയുണ്ട്, ഗ്രിഗോറിയോസ് തിരുമേനിയുണ്ട്. ഒക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു, അത്രയും പ്രായമായ തിരുമേനി. ഞാനിന്ന് ജമ്മാച്ചനാണ് അവിടെ സെമിനാരി പഠിപ്പിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക്. ഞങ്ങൾ തമ്മിൽ ആ ഒരു വലിയ അന്തരമുണ്ട്. എങ്കിലും തിരുമേനി എന്നോട് പറയും, അച്ഛാ പിന്നെ ഉപ്പെടുത്ത് കൊടുത്ത ഉടനെ അദ്ദേഹം താങ്ക്സ് പറയും. അതുപോലെ അവിടെ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്യരുത്, കുറച്ചുകൂടെ കഴുകി തുടച്ച് കൊണ്ടുവരണം, അത് എടുക്കുമ്പോൾ ഇങ്ങനെ 4 ഗ്ലാസിൻ്റെ 4 വിരലിട്ടുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരരുത്, ഇങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതിന് ഇപ്പോഴും ടേബിൾ മാനേഴ്സ് നല്ലവണ്ണം അറിയാമായിരുന്നു. അത് അദ്ദേഹം ശരിക്കും അനുഷ്ഠിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം നല്ല ബന്ധങ്ങളും നല്ല പെരുമാറ്റവും നല്ല ദർശനവും, അതിലേക്കാണ് ഞാൻ വാസ്തവത്തിൽ വരേണ്ടത്. കാരണം ഈ സഭയുടെ ഭിന്നതയെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായിരുന്നു. അദ്ദേഹം ജനിച്ച് വളർന്നത് ഒരു കക്ഷിയിലാണ്. പക്ഷേ സമാധാനമായി കഴിഞ്ഞ് അദ്ദേഹമൊക്കെ വളരെ സന്തോഷിക്കുകയും വൈദിക സെമിനാരിയെ വലിയ ഒരു സ്ഥാപനമായിട്ട് ഉയർത്തുകയും, ഞങ്ങളൊക്കെ ആ സമയത്താണ് അവിടെ പഠിക്കുന്നത്. അതായത് വടക്ക് നിന്നും തെക്ക് നിന്നും ജ്ഞാനായ ഭദ്രാസനത്തിൽ നിന്നുമൊക്കെയുള്ള വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അന്വത്തിൻ്റെയും ഒരു ഏക സഭയാണെന്നുള്ള ചിന്തയിലാണ് ഞങ്ങളൊക്കെ ഒരു 90% വിദ്യാർത്ഥികളും അവിടെ പഠിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ചില വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ തെയോഫിലോസ് തിരുമേനിയും പ്രിൻസിപ്പലായി പിന്നീട് വന്ന പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനി, ഒസ്താത്യോസ് തിരുമേനി, ജോഷുവ അച്ഛൻ, ബർന്നബാസ് തിരുമേനി, ഇവരൊക്കെ ഈ സഭയുടെ ഐക്യത്തെക്കുറിച്ചും അനുരഞ്ജനത്തെക്കുറിച്ചും ഞങ്ങളെ പഠിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ അത് അനുഷ്ഠിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോഴും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള ദർശനത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഭിന്നതകളൊക്കെ വരാം, കലഹങ്ങളുണ്ടാകാം, പക്ഷെ അത് പരിഹരിക്കുകയും നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യണം എന്നാണ് ഞാൻ അവരിൽ നിന്ന് പഠിച്ചത്. ഇതൊക്കെ പഠിപ്പിച്ച ഒരാളാണ് തെയോഫിലോസ് തിരുമേനി. അദ്ദേഹം ബോംബെയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും കൂടുതലിപ്പോൾ പറയേണ്ട കാര്യമില്ല, കാരണം അതൊക്കെ വേറെ ആരെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ട്രീറ്റ് ബോംബെയിലുണ്ട് എന്നുള്ളത് നമുക്ക് വലിയൊരു അഭിമാനമാണ്. അതുപോലെ അദ്ദേഹം നവി ബോംബെയിൽ, പുതിയ ബോംബെയിൽ പടുത്തുയർത്തിയ ചാപ്പള്ളിയും സ്ഥാപനങ്ങളുമൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യുവജനങ്ങളോടും വിദ്യാർത്ഥികളോടുമൊക്കെ നല്ല ഒരു സൗഹൃദം, തിരുമേനിയുടെ സ്ഥാനവും പ്രായവും ഒന്നും അങ്ങനെ വിദ്യാർത്ഥികൾ കണക്കിലെടുക്കാതെ തന്നെ അവരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുമായിരുന്നു. അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന മികവ് വാസ്തവത്തിൽ തിരുമേനിയുടെ നേതൃത്വം കൂടിയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ന്യൂയോർക്കിൽ താമസിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ തോമസിനും മറ്റും സെക്രട്ടറി ആയിരുന്ന സമയത്ത് അവരെയൊക്കെ എപ്പോഴും ഉത്സാഹിപ്പിക്കുകയും വളരെ സർഗാത്മകമായ പ്രവർത്തനങ്ങൾ നല്ല പ്രതിബദ്ധതയോടുകൂടി നടത്തുവാൻ അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തത് തെയോഫിലോസ് തിരുമേനിയാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ മനസ്സിൽ നല്ല ഓർമ്മകളാണ് ഉള്ളത്. മലങ്കര സഭയുടെ എക്യുമെനിക്കൽ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ചും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിർണായകമായ പങ്ക് തിരുമേനി വഹിച്ചിട്ടുണ്ട്. 1961 ന്യൂഡൽഹിയിൽ വെച്ച് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ലോക അസംബ്ലി നടക്കുന്നത്. അതിനുശേഷം അവിടെ അന്ന് WCCയിൽ ചേർന്ന റഷ്യൻ സഭ, ജോർജിയൻ സഭ തുടങ്ങിയ, റുമേനിയൻ സഭ തുടങ്ങിയ പൗരസ്ത്യ സഭകളുടെ പ്രതിനിധികളെ, മെത്രാപ്പൊലീത്തന്മാരും വൈദികരും വേദശാസ്ത്രജ്ഞന്മാരും ഉൾപ്പെട്ട സംഘത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ തിരുമേനി മുൻകൈയെടുത്തു. അവരെ അന്നിവിടെ സ്വീകരിച്ചത് പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയായിരുന്നു. അവർ കേരളത്തിൽ വന്നപ്പോൾ അവർക്ക് അത്ഭുതം ഉണ്ടായി. കാരണം 2000 വർഷങ്ങളായിട്ട് മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യമുള്ള ഈ സഭ ചെറുതാണെങ്കിലും വളരെ സജീവമായ ആത്മീയ ജീവിതമുള്ള ഒന്നാണ് എന്നവർ മനസ്സിലാക്കി. അതിനുശേഷം ഞാനിപ്പോഴും ഓർക്കുന്നു, ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെ ചെന്നാലും അന്ന് സീനിയേഴ്സായിട്ടുള്ള മെത്രാച്ചന്മാരും വേദ പണ്ഡിതന്മാരുമൊക്കെ കേരളത്തിലെ സഭയെക്കുറിച്ച് എന്നോട് പറയുമായിരുന്നു. മലബാറിലെ സഭയെന്നാണ് അവർ പൊതുവെ പറയുന്നത്.
കാരണം ഇവിടെ വന്ന് അന്ന് വയോവൃദ്ധനായിരുന്ന, അതുപോലെ തന്നെ വലിയ ആത്മീയ തേജസ്സും ഉണ്ടായിരുന്ന ഗീവർഗീസ് ബാവായെ അവർ കണ്ടതും അവരുടെ മനസ്സിൽ നല്ല ഓർമ്മകൾ സൃഷ്ടിച്ചു. അപ്പം അവരെ ഇവിടെ കൊണ്ടുവന്നതും അവർക്ക് ആതിഥ്യം നൽകിയതിനുമൊക്കെ ഒരു പ്രധാനപ്പെട്ട പങ്ക് തിരുമേനി എടുത്തിരുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ്. സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ഉന്നതമായ ഒരു ദർശനം കൊണ്ടാണ് അങ്ങനെയൊക്കെ അത് സാധിച്ചത്. അത് അവരുടെ ആ ഒരു മാതൃക നമുക്ക് പിന്തുടരേണ്ടത് ആവശ്യമാണ്. വലിയ സെമിനാരിയിലാണെങ്കിലും നമ്മുടെ എക്യുമെനിക്കൽ രംഗങ്ങളിലാണെങ്കിലും സമൂഹവുമായിട്ടുള്ള പൊതുപ്രവർത്തനങ്ങളിലാണെങ്കിലും ഈ ഒരു ഉന്നതമായ മാതൃക നമുക്ക് എപ്പോഴും അനുകരണീയമാണ്.